ഇന്നത്തേത് ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരു ദിവസത്തെ കഥയാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ നോർമലി ഒരു ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സച്ചാസ് ഓഡിറ്റിങ്ങും റിവ്യൂസും എല്ലാം നോക്കി എൻ്റെ മാനേജ്മെൻറ്റിന് കൊടുക്കാനുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പാക്കും എൻ്റെ വർക്ക് എപ്പോഴും പ്രിസൈസും ആക്യുറേറ്റും ആയിരിക്കുമെന്ന്. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു പഴയ റിപ്പോർട്ട് മാനേജർ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ എന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ക്യാബിനിലോട്ട് വിളിക്കുകയും ചെയ്തു. അന്നേരം അവർ എന്നെ വിളിച്ചിട്ട് പറയുക, ഞാൻ ആ റിപ്പോർട്ട് വെച്ചിട്ടില്ല, ഈ റിപ്പോർട്ട് വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എല്ലാ ദിവസവും വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അത്രമാത്രം ഞാൻ ആക്യുറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിപ്പോർട്ട് വച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ അവർ ഇങ്ങനെ എന്നെ ക്രൂസിഫൈ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ വിഷമമായി. എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ തന്നെ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് ഒന്നേന്ന് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ആ പാക്കേജിൽ കൂടെ വയ്ക്കാമെന്ന്. പക്ഷേ അത് അവരുടെ രീതിയിൽ ഞാൻ ലാക്ക് ഓഫ് എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്ത് അവർ തന്നെ പറഞ്ഞു എനിക്കവർ നോട്ടീസ് വരും, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള രീതിയിൽ. ഞാൻ അതും കേട്ട് വിഷമത്തോടെ വന്നു. കാര്യം എത്ര പറഞ്ഞാലും അവരത് കേൾക്കാത്തൊരവസ്ഥയിലായിരുന്നു. ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കൊടുത്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാനൊരു സൊല്യൂഷനുമായിട്ട് വന്നു. അതെൻ്റെ മാനേജറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ആ സൊല്യൂഷന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാബിനിലോട്ട് പോയ സമയത്താണ് എൻ്റെ മാനേജർ ഓടി എൻ്റെ റൂമിൽ വന്നിട്ട് പറയുന്നത്, ഭരത്, ആ റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഐ ആം എക്സ്ട്രീംലി സോറി. ഐ അപ്പോളജൈസ് ഫോർ ഓൾ ദി മിസ്റ്റേക്സ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ്. ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷവും സമാധാനമാണ് എനിക്കായത്.